കേരളത്തിൽ കോൺഗ്രസ് വേരുപിടിച്ച കാലം തൊട്ട് എക്കാലത്തും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റു പാർട്ടികളെപ്പോലെ ഒരു കേഡർ സംവിധാനം കോൺഗ്രസിനില്ല എന്നുള്ളതാണ്. AICC അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ വരെ പള്ളു പറയുന്ന പ്രാദേശിക നേതാക്കന്മാർ ഉള്ള ഒരു പാർട്ടിയുടെ ഘടനയിൽ ഒരു കേഡർ സംവിധാനം ഇല്ലാതെ പോകുന്ന രീതി പാർട്ടി എല്ലാ കാലത്തും അവതാളത്തിൽ എത്തിച്ചു എന്ന വിമർശനം നേരിട്ടുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഓരോ തലമുറ മാറുമ്പോഴും ആ തലമുറയ്ക്കെല്ലാം ഇത്തരത്തിൽ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കോൺഗ്രസിൽ സുലഭമാണ്. ഓരോ തവണ വിജയിച്ചു വരുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴും ജനങ്ങൾ കോൺഗ്രസ്സുകാരെ പറ്റി പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തമ്മിൽ തല്ലാണ് എന്നുള്ളതാണ്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും യുവ കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങൾ. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ ശബ്ദമുയർത്തുകയുണ്ടായി. എന്നാൽ ആ തമ്മിൽ തല്ലും തർക്കവുമൊക്കെ ജനങ്ങൾക്കെതിരായുള്ളൊരു ആയുധമല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നും എല്ലാ ജനങ്ങളുടെയും ഉള്ളിൽ ഒരു കോൺഗ്രസ്സുകാരനുള്ളത് കൊണ്ട് അത്രമേൽ സ്വാതന്ത്ര്യത്തിൽ അവർ നമ്മളെ വിമർശിക്കാറുണ്ട് എന്നുള്ള തരത്തിലേക്കൊക്കെ കോൺഗ്രസ്സിലെ തമ്മിൽ തല്ലിനെ പറ്റി പറയുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനും വടകര MP-യുമായ ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ കോൺഗ്രസ്, ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ കുറേ ചിലപ്പോഴൊക്കെ ചീത്ത പറയും, ചിലപ്പോൾ ഒക്കെ വിമർശിക്കും, ചിലപ്പോൾ ഒക്കെ ഇത് നേരാവണം, നമ്മളെയൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ ഒക്കെ നിങ്ങളൊക്കെ പറയും. ജനങ്ങൾ പൊതുവേ നമ്മളെ കാണുമ്പോൾ ഒരു സ്വാതന്ത്ര്യത്തോടെ നിങ്ങളിങ്ങനെ ആയാൽ പോരാ എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി കൂടി നടന്നോ എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും അവർ വലിയ കാര്യമായിട്ട് നമ്മളോടെടുത്ത് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ഉള്ളിൽ ഇച്ചിരി ഒരു കോൺഗ്രസ് ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പം അത് നശിച്ചു പോകരുത്, അത് നിലനിൽക്കണം എന്നുള്ളത് കേവലം ഒരു പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ ബേസ് അല്ല, അത് ഏറ്റവും വലിയൊരു അനിവാര്യതയാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് തന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ആ ജനത അത് പറയുന്നത്. നമുക്കിപ്പോൾ കോൺഗ്രസിൻ്റെ വില നമ്മൾ അറിയുന്നുണ്ട്. ഞാനൊരു ഭരണകൂട വിമർശന രാഷ്ട്രീയത്തിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ ഒരു വില, ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോരായ്മകളുണ്ടാവും, തിരുത്തലുകൾക്ക് വിധേയമാവും, നേതൃത്വത്തെ തിരുത്താം, പ്രവർത്തകനെ തിരുത്താം, ഏത് തരത്തിലുള്ള നേതാക്കന്മാരോടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കറക്റ്റ് ചെയ്യാം. അതിനൊക്കെ ഉള്ളൊരു ഡെമോക്രാറ്റിക് സ്പേസ് എന്നും നിലനിർത്തുന്ന ഈ പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തെ ഒരു ജില്ലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് വലിയൊരു നെസസിറ്റിയാണ്. അതിനെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയ യുദ്ധം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നടക്കുന്ന ഒന്നോ, തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിൻ്റെ ശേഷം നടക്കുന്ന ഒന്നോ അല്ല. പണ്ട് നമ്മൾ കാലിൽ അണിയുന്ന ചെരുപ്പിൻ്റെ നികുതിയെപ്പറ്റി പറയുമായിരുന്നു. ഇപ്പം കാലിൽ അണിയുന്ന ചെരുപ്പിൻ്റെ ബ്രാൻഡ് പോലും ഒരു പൊളിറ്റിക്കൽ യുദ്ധത്തിന് കാരണമായി പലരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് വെയിറ്റ് ഫോർ എലക്ഷൻസ്, ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റാണ്. അപ്പോൾ ആ ഫൈറ്റ് നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ജില്ലയിൽ, അതിൻ്റെ ആസ്ഥാനത്ത്, അതിനെല്ലാം ചേർന്ന പ്രവർത്തകൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന, ജനങ്ങളുടെ വിശ്വാസത്തെ ആർജിച്ചെടുക്കാൻ കഴിയാവുന്ന ഒരു സൗകര്യം ഒരു ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതൊരു സാധാരണ മനുഷ്യനൊരു വീട് പോലെയാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഓഫീസ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. അതിലാണ് നമ്മുടെ റഫറിക്ക് ഒരു കയ്യടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സാധാരണ ഈ ഓഫീസുകളുടെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ അത് ആരെങ്കിലും ഉണ്ടാക്കും, വേറെ ആരെങ്കിലും വന്ന് ഇരിക്കും എന്നുള്ളതാണ്. ഈ പുള്ളി ഒഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ അത് ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അത് വേഗം അങ്ങ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കേട്ടോ, പിന്നെ അത് അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ഓഫീസ് ഹിസ്റ്ററി പരിശോധിച്ചോ, അങ്ങനെ തുടങ്ങി വെച്ച് പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഇത് തുടങ്ങി വെച്ച കാലത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോളോ പൂവൊക്കെ അവിടെ സ്റ്റേജിൽ വെച്ച് കൊടുക്കാൻ അതിനുള്ള അവസരം പുള്ളി ഉണ്ടാക്കിയിട്ടില്ല. പുള്ളി തുടങ്ങുന്ന കാലത്തും പുള്ളി എന്നെ മേടിച്ചു, ഇപ്പം അത് പൂർത്തീകരിക്കുന്ന പൂവും പുള്ളി എന്നെ മേടിക്കുകയാണ് എന്നുള്ളത്. ടൈം ബൗണ്ടായിട്ട് ആ കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്നാൽ ഉദ്ഘാടനമാണെങ്കിലോ അത് ത്രിവർണ്ണോത്സവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊരു ഒരു പേര് മാത്രമായിരിക്കുന്നു. പക്ഷെ ആ പേരിനോട് നീതി പുലർത്തുന്ന തലത്തിൽ ശരിക്കൊരു ത്രിവർണ്ണോത്സവമായി ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഉദ്ഘാടന പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെക്കാൻ സാധിച്ചു എന്നുള്ളത്. എല്ലാ മേഖലകളെയും, ഞാനിപ്പം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലിരിക്കുന്ന സമയത്തും ഗുജറാത്തിലിരിക്കുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ലൈവ് വന്നുകൊണ്ടിരിക്കുക.
മാധ്യമ സെമിനാറിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കനിമൊഴി വരുന്ന പ്രോഗ്രാം സംബന്ധിച്ചൊക്കെ വന്നു. ഇവിടുന്ന് മാറി നിന്ന ക്ഷീണമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുമായിട്ട് എല്ലാവരും സഹകരിക്കുന്നത്, ഈ നേതൃനിര ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എല്ലാ തലമുറകളും അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു. ഞാനൊക്കെ 3 കൊല്ലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഇന്നേ വരെ 10 ലക്ഷം റുപ്യ ഷെയ്ൻ എൻ്റെ കൈ കൊണ്ട് തന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം DCC ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വലിയ ചെക്ക് യൂത്ത് കോൺഗ്രസും ഓഫീസിലേക്ക് എല്ലാ സംഘടനകളും, KSUവിൻ്റെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, മഹിളാ കോൺഗ്രസിൻ്റെ ചലഞ്ചിൻ്റെ. ഞാൻ പറഞ്ഞ എല്ലാവരും, ബാക്കി പറയാത്ത ആൾക്കാർ, അധ്യാപക സംഘടന ആൾക്കാരൊക്കെ എന്നെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പം മഹിളാ പെൻഷൻ ഞാൻ പറഞ്ഞത് അത് എല്ലാവരുടെയും ആണെന്നുള്ളൊരു ഫീല് ഈ ഓഫീസിന് വരുത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ്, ഇപ്പോൾ ചെറുപ്പക്കാർ സംഗമിക്കുക എന്ന് പറയുമ്പോൾ, ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 വാചകം എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ഈ ഒരു 23 വയസ്സുള്ള ഒരുത്തൻ 5 പേരെ കൊല്ലുമ്പോൾ അവൻ്റെ കൈ വിറക്കുന്നില്ല. അത് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നാവും മനസ്സും വിറക്കുന്നുണ്ട്. ഈ നാട്ടിൽ സ്വന്തം അമ്മ, എൻ്റെ അമ്മയെ എൻ്റെ മകൻ കൊല്ലുമെന്ന് പേടിച്ചിട്ട് പോലീസിനെ വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ജനിപ്പിച്ചത് ഉമ്മയാണ്, അതാണ് ഉമ്മ ചെയ്ത തെറ്റെന്ന പേരിൽ മകൻ കഴുത്തിറക്കുന്ന വാർത്ത. നമ്മുടെ 10ാം ക്ലാസ്സിലെ പിണക്കം എന്തായിരുന്നു? നമ്മുടെ 10ാം ക്ലാസ്സിലെ പിണക്കം ഇച്ചിരി ക്ലീഷേ ചേർത്ത് പറഞ്ഞാൽ, ഒരു പുളിയച്ചാറിൽ നിന്ന് കിറ്റ്കാറ്റിലേക്ക് മാറിയിട്ട് അതിലൊരു കഷ്ണം തരാമെന്ന് പറഞ്ഞിട്ട് തരാതെ ഒറ്റക്ക് കഴിക്കുന്നതിനെ സംബന്ധിച്ചും, അല്ലെങ്കിൽ ഇരിക്കുന്ന ബൈക്കിൻ്റെ പുറകിൽ 2ആളോ 3ആളോ ഇരിക്കുമ്പോൾ കയറ്റാതെ ബൈക്ക് എടുത്ത് പോകുന്നതിനെ സംബന്ധിച്ചും, അല്ലെങ്കിൽ സിനിമക്ക് പോകുമ്പോൾ ഒപ്പം വിളിക്കാതെ പോകുന്നതിന്. ഇത് പ്രസംഗം ദീർഘിപ്പിക്കുമ്പോൾ ഇതാണോ പരിപാടി? എങ്ങനെയാ? അല്ല, ചവിട്ടാൻ SKനാണോ തീരുമാനപ്പെടുത്തിയല്ലോ എന്നുണ്ട്. പ്രസംഗം നീട്ടിയ ബെല്ലടിക്കുന്നുണ്ട്. ഇത് വയറ് ചവിട്ടിയിട്ട് നിന്റെ ചവിട്ടണ്ട, ഞാൻ ഇപ്പം നിർത്തിക്കോളാം. അപ്പം ഈ ഒരു അങ്ങനെയുള്ള ചെറിയ തർക്കങ്ങളും ചെറിയ പിണക്കങ്ങളും ചെറിയ കലഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് 10ാം ക്ലാസ്സുകാരൻ്റെ പിണക്കം കൂടെയുള്ള ഒരുത്തനെ അടിച്ച് കൊല്ലാൻ തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ, ഞാൻ ജനറേഷൻ ഗ്യാപ്പ് പറയല്ല, അത്ര വയസ്സൊന്നും എനിക്ക് ആയിട്ടില്ല, ഞാനൊട്ട് സമ്മതിക്കൂല. ഇനിയിപ്പോൾ എന്ന് പ്രവീണേട്ടൻ പറഞ്ഞാലും, എനിക്ക് പുള്ളി വയസ്സ് പറഞ്ഞപ്പോഴത്തേക്കും ജയന്തേട്ടൻ ഗൂഗിൾ എടുത്തിട്ട് പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ അപ്പം കാണിച്ചു തന്നു, ആ സ്പോട്ടിൽ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആ ജനറേഷൻ ഗ്യാപ്പ് പറയല്ല, പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില പ്രവണതകളുണ്ട്. ആ പ്രവണതകളോട് അരുതെന്ന് മാത്രം പറയുന്നതിനകത്ത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് സേ നോ എന്നുള്ളതല്ല, പകരം അവരുടെ എനർജിയെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് സംബന്ധിച്ച്, അവരുടെ ആ ഒരു യൂത്ത്ഫുൾനെസ്സിനെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ സമയത്തെ, അവരുടെ ആ സമയത്തെ ചിന്തകളെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടെ വേദിയാണ്. നമ്മളിവിടെ ക്രൈമിനോടും അതുപോലെ തന്നെ ഡ്രഗ്സിനോടും നോ എന്ന് പറയുമ്പോൾ, നമ്മൾ ചിലതിനോട് പറയുന്ന യെസ് കൂടിയാണിത്.